സമീപകാലത്ത്, അതായത് കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനിടയിൽ കേരള പോലീസ് കണ്ടിട്ടില്ലാത്ത വിധമുള്ള ഒരുപാട് പരിഷ്കാരങ്ങളാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് വരാൻ പോകുന്നത്. ആ മാറിയ കാലത്തിനനുസരിച്ചുള്ള രീതിയിൽ പോലീസും മാറുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു 10-15 വർഷം മുമ്പ് കേരളത്തിൻ്റെ സ്ഥിതി ഇതല്ലായിരുന്നു. ഇത്രയും മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകൾ സജീവമല്ലായിരുന്നു. മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ സജീവമല്ലായിരുന്നു. കഴിഞ്ഞ ഒരു 5 വർഷം, അതായത് കോവിഡ് മുതൽ ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഒരാൾക്ക് തന്നെ 2-3 സ്മാർട്ട് ഫോണുകളും 4-5 നമ്പറുകളും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞാടുന്ന ഒരു അവസ്ഥ. ഇത് പലപ്പോഴും ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ മാറിയ സമൂഹത്തിനനുസരിച്ച് പോലീസും മാറുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അത് പിണറായി വിജയൻ്റെ കാലത്താണ് സമൂഹം മാറിയത്. പക്ഷെ പോലീസ് മാറാൻ പോകുന്നത് ഇപ്പം രമേശ് ചെന്നിത്തല യുഗത്തിലാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതായതിനു ശേഷം. അതിനൊരു പ്രധാന കാരണം പി വിജയൻ എന്ന് പറയുന്ന IPS പോലീസിന്റെ തലപ്പത്ത് വന്നതാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ട് വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടൊരു സ്റ്റൈലുണ്ട്. നമുക്കറിയാമല്ലോ, നേരത്തെ തന്നെ നമ്മുടെ ഈ പുണ്യം പൂങ്കാവനം, അതുപോലെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതി, അങ്ങനെ അതുപോലെ അദ്ദേഹം മറ്റേ ബാങ്ക് കവർച്ച, അതായത് ചേലേമ്പ്ര ബാങ്ക് കവർച്ച, അങ്ങനെ അന്വേഷണത്തിലും അതുപോലെ തന്നെ എക്സിക്യൂഷനിലും ഭരണ നിർവഹണത്തിലും ഒക്കെ പുതുമ കൊണ്ടുവരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ വളരെ മാന്യമായി പെരുമാറുന്നു എന്നുള്ളതാണ് ഈ അജിത് കുമാറിനെ പോലെയുള്ള ആളുകൾ അയാളുടെ ചൊറിച്ചിലൊരാളുടെ കാരണം. ഉദ്യോഗസ്ഥർക്ക് ഭയരഹിതമായിട്ട് സമീപിക്കാവുന്ന ഒരു ആളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ആ മനുഷ്യൻ, അദ്ദേഹം ഇപ്പം വന്നിരിക്കുന്ന ഒരു കാര്യം, അത് പോലീസ് ഓരോ സംഭവങ്ങളിൽ നിന്നാണല്ലോ ഓരോ പാഠം പഠിക്കുന്നത്. അർജുൻ ആയങ്കി എന്ന് പറയുന്ന കൊടും ക്രിമിനലിനെ പോലീസ് തിരക്കി നടക്കുമ്പോൾ അയാൾക്ക് അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും അയാൾക്ക് വേണ്ടി കാര്യങ്ങൾ പറയുകയും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പോലീസിനെ എല്ലാം അവഹേളിക്കുകയും ചെയ്ത ക്രിമിനൽ മൈൻഡുള്ള നിരവധി ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ പോലീസ് നോക്കിയിട്ടുണ്ട്. ഇവരെല്ലാം വരും ദിവസങ്ങളിൽ പൊക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുക. അത് അദ്ദേഹം ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്രിമിനലിനെ നേരിട്ട് മാത്രമല്ല, സോഷ്യൽ മീഡിയ വഴി സഹായിക്കുന്നവരും കുറ്റവാളികൾ തന്നെയാണ്. ക്രിമിനലിനെ നമ്മൾ മാത്രം അയാൾ ഒളിവിൽ കഴിയുന്ന ഒരാളാണ്. പോലീസ് അയാളെ അന്വേഷിക്കുന്നുണ്ട്, അയാളെ വിളിച്ചിരുന്നുണ്ട്, പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അവർ നടത്തിയിട്ടുള്ളത്, ഈ കക്ഷികളും. പക്ഷേ ഇയാളെ അങ്ങ് എല്ലാവരും കൂടെ താരമാക്കാനല്ലേ ശ്രമിച്ചത്. അല്ല, മാസാണ്, ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് കാണിച്ചതല്ലേ. അല്ല, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഈ സോഷ്യൽ മീഡിയകൾ ഇങ്ങനെ ചുമ്മാ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു നല്ലൊരു പെങ്കൊച്ച് വന്നിട്ട് ഇയാളുടെ കൂടെ നിൽക്കുകയാണ്, എൻ്റെ ഹീറോയോടൊപ്പം, ആയങ്കി ഏട്ടനോടൊപ്പം എന്നൊക്കെ പറഞ്ഞ് പടവിട്ടിരിക്കും. നമ്മൾ അന്തം വിട്ടുപോയി. എന്താണ് ഈ സംഭവം? അപ്പോൾ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇയാളുടെ ഒരു വികാരപരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നല്ലോ, ഞാൻ നന്നാകാൻ തീരുമാനിച്ചവനാണ്, ഞാൻ 3 വർഷമായിട്ട് വളരെ മാന്യനായിട്ട് പോകുന്ന ആളാണ്, എൻ്റെ സുഹൃത്തുക്കളെയും പിടിക്കാൻ നോക്കി, അപ്പോൾ എന്നെ പിടിച്ചുകൊണ്ട് പോയ ആ CI ആണ് എന്നെ വീണ്ടും ഈ നിരയിലേക്ക് എത്തിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വികാരനിർഭരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ജഗതിയുടെ ഒരു സിനിമയിൽ ജഗതി ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പോലീസ് SI ഈ കഥനകഥ കേട്ടിട്ട് ഇങ്ങനെ കരയുന്ന ഒരു സീനുണ്ട്. ഇത് കേട്ടിട്ട് എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആയിപ്പോയി നമ്മളും. ഞാനും ഒരു 10 മിനിറ്റത്തേക്ക് ഞാനും വിചാരിച്ചു, ചേടാ നല്ലൊരു ചെറുപ്പക്കാരൻ, നന്നാകാൻ തീരുന്ന ചെറുപ്പക്കാരൻ, ഈ ചെറുപ്പക്കാരനെ ആണല്ലോ പോലീസ് വീണ്ടും തെറ്റായ വഴിയിലേക്ക് നയിച്ചു. മാത്രമല്ല, ഇപ്പൊ ഈ മുൻപ് ഗുണ്ടകളായിരുന്ന വലിയ ആളുമായിട്ട് അഭിമുഖങ്ങൾ സ്ഥിരം യൂട്യൂബ് ചാനലുകൾ വരുന്നുണ്ട്. നമ്മുടെ അതിനകത്ത് വന്നിട്ടുണ്ട്. മരട് അനീഷിന്റെ എക്സ് ഗുണ്ടകൾ, എക്സ് മുസ്ലിം എന്നൊക്കെ പറയുന്ന പോലെ എക്സ് ഗുണ്ടകളുടെ അനുഭവകഥകൾ വരുന്നുണ്ട്. അവരൊക്കെ ഈ ആയുധം വെച്ച് കീഴടങ്ങി. കാരണം കൈയും കാലും ഒന്നും പൊങ്ങാത്തൊരവസ്ഥയാകുമ്പോൾ എല്ലാവരും വിരമിക്കുമല്ലോ ഈ പണിയിൽ നിന്ന്. വിരമിച്ച് കഴിഞ്ഞാൽ അന്ത്യമായിരിക്കും അറിയാം. അതുകൊണ്ട് അവർ നേരത്തെ അങ്ങ് വിരമിച്ച് അവർ നല്ല വഴിയിലൂടെ അങ്ങ് പോകാനുള്ള ഒരു തീരുമാനമാണ്. ഇങ്ങനെ വിരമിച്ച ഒരു ഗുണ്ട വലിയ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തി ആലപ്പുഴയിൽ ഇറച്ചി ആൽവി ഈയിടെ 2 പെമ്പിള്ളാരെ കയറി പിടിച്ചതിന് വീണ്ടും അകത്ത് പോയിട്ടുണ്ട്. അതായത് ഈ ക്രിമിനൽ വാസനയുള്ളവർ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ഇത് അടക്കി വയ്ക്കാനും ഇടയ്ക്ക് വെളിയിച്ചാടും എന്ന് പറഞ്ഞ പോലെ. സത്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്? ആയങ്കിയുടെ വിഷയത്തിൽ സംഭവിച്ചത്, പോലീസ് ഒരു കരുതൽ തടങ്കൽ എന്നൊരു പരിപാടിയുണ്ട്. ഇപ്പം നമുക്കറിയാം, പണ്ട് പിണറായി വിജയൻ വരുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ്സുകാരെ എല്ലാം വീട്ടിൽ ചെന്ന് പിടിച്ചോണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും, അതിർത്തി വിട്ടതിന് ശേഷം പിന്നെ വിടത്തുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ എതിര് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പോലീസിൻ്റെ ഒരു പ്രൊസീജിയറാണ്.
കരുതൽ രാഷ്ട്രപതി പ്രധാനമന്ത്രിയൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇതുപോലെയുള്ളവരെ പിടിച്ചാത്തിടുമല്ലോ. ഇപ്പോൾ 5 മുതൽ 10 വരെ കേസിൽ പ്രതികളായിട്ടുള്ള 6-7 പേര് ചേർന്ന് ഒരു റിസോർട്ട് എടുത്ത് അടിച്ച് പൊളിച്ച് 2 ദിവസമായിട്ട് അവിടെ റീല് വിട്ട് കൂടുമ്പോൾ എന്തായാലും ആ ലൊക്കേഷനിലുള്ള SHO ഇതാണ്ട് ഇവന്മാരിവിടെ കിടന്ന് ചാടുന്നുണ്ട്, ഇവന്മാരെ പൊക്കി ഇവന്മാരെന്തോ പണിക്ക് വന്നതാണ്, കൊട്ടേഷൻ വന്നതാണ് എന്ന് കരുതി പിടിച്ചുകൊണ്ട് പോയി എന്നുള്ളതിനകത്ത് യാതൊരു തെറ്റുമില്ല. അതിനകത്ത് ഒരു തെറ്റുമില്ല. അത് ഇവർ പുണ്യവാന്മാരല്ല, വളരെ പിന്നെ എന്തോ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവന്മാരല്ല. ഇവന്മാരൊക്കെ ഹിസ്റ്ററി ഉള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ളവരെ ഉറപ്പായിട്ടും പോലീസ് വാച്ച് ചെയ്യും. ഞങ്ങൾ നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞങ്ങൾ നന്നായി എന്ന് പറയുന്ന മോഷണാക്കൾ എത്രയോ എണ്ണം പിന്നെയും മോഷണ മുതലുമായിട്ട് പിടിയിലായിട്ടുണ്ട് അല്ലേ? അതാണ്. അപ്പോൾ അവരതാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പേരിൽ അയാൾ ഒരു വികാര നിർഭരമായ കുറിപ്പിട്ടപ്പോഴത്തേക്ക് ആരാധകരുടെ എണ്ണം അങ്ങോട്ട് വർദ്ധിച്ചിട്ട് ആരാധകരങ്ങ് തിരിഞ്ഞില്ലേ സർക്കാരിനും പോലീസിനും എതിരെ. എന്ന് പറഞ്ഞാൽ അരാജകത്വം നാട്ടി വരാൻ ഇതിലപ്പുറം വേറൊരു വഴിയും വേണ്ട. അല്ല, ഇതിനെയൊക്കെ ആരാധിക്കുന്നവർ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു കാര്യം. ഇത്തരം ആളുകളെ അവരുടെ നടപടികളെയൊക്കെ തന്നെ ന്യായീകരിക്കാനും അവരെ ആരാധിക്കാനും. പക്ഷേ ഈ സോഷ്യൽ മീഡിയ കൂടെ അവർ ആരാധിക്കുള്ളൂ. നേരിട്ട് പരിചയപ്പെടാനോ കാണാനോ ഇവരുടെ ജീവിതത്തിൽ അവരെ ഇടപെടുത്താമെന്ന് ഇവർ ശ്രമിക്കില്ല. ചിലരുണ്ട്. അതെന്താണെന്നറിയാം. ഇപ്പം നമുക്കറിയാം, നമുക്ക് ഈ സമീപ ഭാവിയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മാധ്യമം സിനിമയാണ്. അതെ. സമീപ ഭാവിയിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളിലൊക്കെ ഗുണ്ടകളാണ് നായകന്മാർ. ഗുണ്ടകളാണ്. ഇപ്പം ആവേശം സിനിമ, അതിനകത്ത് ഫഹദ് ഫാസിൽ ഒരു വലിയ ഗുണ്ടയാണ്. അതെ. രംഗണ്ണൻ തട്ടു എന്ന് പറഞ്ഞാൽ തട്ടും എന്ന് പറഞ്ഞ് വെടിവെക്കും എന്ന് പറഞ്ഞാൽ വെടിവെക്കും. അപ്പോൾ ആ രംഗണ്ണനെ അങ്ങ് ആരാധിക്കുകയാണ് ഈ പൊതുസമൂഹം, അവനെ അങ്ങ് ആരാധിക്കുകയാണ്. പിന്നെ ഈ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ കാപ്പ എന്ന് പറഞ്ഞിട്ട്, അതും ഗുണ്ടകളുടെ കഥയാണ്. ഈ ഗുണ്ടകൾ തമ്മിലുള്ള ഫൈറ്റ് വരുമ്പോൾ ഒരു ഗുണ്ടയും മറ്റൊരു ഗുണ്ടയും തമ്മിലുള്ള ഫൈറ്റാണ്. അപ്പോൾ അതിൽ നായകനായിട്ട് വരുന്ന ഗുണ്ടയോട് നമുക്ക് ഭയങ്കര ആരാധനയാണ്. പിന്നെ അയാൾ ഒരു കഥയൊക്കെ കാണും. അതായത് ജോജുവിൻ്റെ ഒരു സിനിമ വന്നു, പണി എന്ന് പറഞ്ഞൊരു സിനിമ. ഇതൊക്കെ ഈ സിനിമകളൊക്കെ നമ്മൾ അതിനകത്തെല്ലാം എന്താണ്, ഗുണ്ടകളെ ആരാധിക്കുന്ന പെൺകുട്ടികളുടെ കഥയാണ് ഇതിനകത്ത് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം എന്താ, ഈ പറഞ്ഞ സമൂഹം മുഴുവൻ ഈ ഗുണ്ടായുസത്തിന് നേരെ എന്താ സഹാനുഭൂതിയോടെ ഗുണ്ടകളെ അവർ മാതൃകകളാക്കും. മയക്കുമരുന്ന് കച്ചവടക്കാരെ മാതൃകകളാക്കും. ഇപ്പം മയക്കുമരുന്നുമായിട്ട് MDMA ആയിട്ട് പിടിയിലായ ഒരുത്തൻ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ഈ SHO കൊടുക്കിയതാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഈ ജഗതി മുമ്പേ പറഞ്ഞ പോലെ ഇപ്പോൾ അയ്യോ കഷ്ടം, എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല എന്നും പറഞ്ഞ് നമ്മളും കരഞ്ഞു പോകും. അത് നമ്മളുടെയൊക്കെ ഒരു പ്രശ്നമാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരം ആൾക്കാരെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മളിതിലൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മളടക്കം ചില മാധ്യമങ്ങൾ ചെയ്തിരുന്നു, ആരാണ് ആയെങ്കിൽ, എന്താണ് ഇയാളുടെ വരവ്, എങ്ങനെയാണ്. അപ്പോഴത്തേക്ക് ഇയാൾക്ക് അതൊരു ഹീറോ പരിവേഷമാണ് വരുത്തുന്നത്. സത്യത്തിൽ അതാണ് വരുത്തുന്നത്. പിന്നെ ഇവൻ എങ്ങനെ ഗുണ്ടയായി ഏത് രീതിയിലുള്ള ക്രിമിനലാണെന്ന് മനസ്സിലാക്കാൻ അങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കുന്നത്. വെടിവെക്കാൻ തീരുമാനിച്ചു എന്നൊരു വാർത്തയും കൂടെ പുറത്ത് വന്നപ്പോഴത്തേക്കും അത് കൂടുതൽ സാധാരണമായി. അല്ല, പി വിജയൻ എന്ന് പറഞ്ഞു. അതെ. ആരും അയാളെ വെടിവെക്കാൻ തീരുമാനിച്ചില്ല. ഞങ്ങളൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇവനെ പരമാവധി ഓടിക്കുക, ഓടി ഇവൻ എവിടെ വരെ പോകുന്ന പോക്കിൽ എത്ര പേരെ ഇവൻ ബന്ധപ്പെടുന്നു, എല്ലാത്തിനും തൂത്ത് ഉറക്കി അകത്തിടാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതായത് ഇവനെ ഒരു ചൂണ്ടലിൽ കൊരുത്തി ഒരു ഇരയാക്കി ഇട്ടുകൊണ്ട് വലിയ വലിയ മീനുകളെ പിടിക്കുക, എല്ലാവരെയും അവർ പിടിച്ചു കഴിഞ്ഞു. അവസാനം വന്ന ഒരു വക്കീലിൻ്റെ ഫ്ലാറ്റിൽ ചെന്നു. ആ വക്കീൽ പറയുന്നത് എന്താണ്, കീഴടങ്ങാൻ വന്നതാണ് എന്നാണ് പറഞ്ഞത്. ഒരു വനിതാ വക്കീലാണ്. വീട്ടിലോട്ട് വന്നേ. അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെറും 3 കിലോമീറ്റർ അടുത്ത് മാത്രമാണ്. ഞങ്ങൾ പിറ്റേന്ന് രാവിലെ കീഴടങ്ങാൻ തയ്യാറെടുക്കുമ്പോഴാണ് പോലീസ് വന്നത്. വളരെ ശാന്തമായിട്ട് തന്നെ ഞങ്ങൾ കതവ് തുറന്നു കൊടുത്തു. പോലീസ് വന്ന് പിടിച്ചോണ്ട്. പക്ഷേ ഇവൻ ഓടുന്ന വഴിക്കാണ് പിടിച്ചത്, ഇറങ്ങി ഓടിയ വഴിക്കാണ് പിടിച്ചതെന്നാണ്. അപ്പോൾ അതിൻ്റെ എന്തുകൊണ്ടാണ് ആയെങ്കിയെ പിടിക്കാൻ താമസിച്ചത് എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് പി വിജയൻ പറഞ്ഞത്. ഇയാളെ ഞങ്ങൾ നിരീക്ഷിച്ചു, ഇയാൾ എവിടെയുണ്ടെന്ന് അറിയാമായിരുന്നു. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇവൻ 2-3 ദിവസം കൂടെ ഒക്കെ വെല്ലുവിളിക്കട്ടെ. ഇവൻ വെല്ലുവിളിക്കുന്നിടത്ത് ഒരിടത്ത് ഇരുന്നുകൊണ്ട് വെല്ലുവിളിയില്ലല്ലോ. ഒന്ന് വെല്ലുവിളിച്ചാൽ അവിടുന്ന് മുങ്ങാണ്, ഒറ്റോട്ടം. ഇവൻ ഓടുന്ന അത്രേ ഓടട്ടെ. ആ ഓടുന്ന കൂട്ടത്തിൽ ഇവന് രക്ഷകരായിട്ട് വന്ന ആൾക്കാർ ചേരുമല്ലോ, അപ്പോൾ നമുക്ക് പിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിട്ടത് എന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും ശരി, പി വിജയനെ പോലുള്ള സത്യസന്ധനായ വളരെ കരുത്തുറ്റ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. താഴെത്തട്ടിലും സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഉയർന്നു വന്നൊരു മനുഷ്യനാണ്. അങ്ങനെ ഒരാൾ എന്തുമാത്രം ദ്രോഹിച്ചു എന്ന് നമ്മൾ ആലോചിച്ചോളണം. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തിൽ വരെ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശങ്ങൾ വന്നിരുന്നു. അദ്ദേഹം ചടങ്ങിന് വേണ്ടി ക്ഷണിച്ചിരുന്നു പ്രധാനമന്ത്രി നേടുന്നിട്ട് ഇവർ അനുമതി കൊടുത്തില്ല, സസ്പെൻഡ് ചെയ്തു, രാജ്യദ്രോഹിയാക്കാൻ നോക്കി. അതെല്ലാം ചെയ്തിട്ടും ദൈവം എന്നൊരാളുള്ളതുകൊണ്ട് ശരിക്കും ഈ അദ്ദേഹം പൂർവ്വശക്തിയോടെ തിരിച്ചു വരികയും ഇതുപോലുള്ള ആളാണ്, ഈ പി വിജയനെ പോലുള്ള ആളാണ് നമ്മുടെ കേരള പോലീസിനെ നയിക്കേണ്ടത്. ആയങ്കിമാരെ പോലെയുള്ള ഗുണ്ടകളുടെ പിന്നാലെ ആരാധനാ മനോഭാവത്തോടുകൂടി നടക്കുന്നവരെ എതിർക്കപ്പെടുക തന്നെ വേണം. എല്ലാത്തിൻ്റെയും വീട്ടിൽ കയറുമെന്ന് പോലീസ് കയറുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വീടുകളിൽ പരിശോധന ഉണ്ടാവും, ഇവരെ എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും അന്വേഷിക്കും.
പിന്നെ ഈ പ്രായപൂർത്തിയാകാത്ത ആൾക്കാരാണെങ്കിൽ രക്ഷകർത്താക്കളോട് ബോധവൽക്കരിച്ച് വിടാം എന്നുള്ളതാണെന്ന് തോന്നുന്നു പോലീസിന്റെ ഒരു നിലപാട്. എന്താണെങ്കിലും ആയങ്കി ഭക്തരെ ഇവിടെ വെച്ചോണ്ടിരിക്കില്ല എന്നുള്ളത് സ്പഷ്ടമായ കാര്യം തന്നെയാണ്.